കൂട്ടുകാ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നാട്ടിലുള്ള പരദൂഷണ കമ്മിറ്റി അമ്മായിമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇവിടെ അവനുമായിട്ട് കൊച്ചുണ്ട് എന്നൊന്നും പറഞ്ഞ് നടക്കരുത്. പാരീസിൽ പോകുന്ന വഴിക്ക് ബസ്സിലുണ്ടായിരുന്ന കുഞ്ഞാവയാണ് നല്ല ക്യൂട്ട് ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് മടി വെച്ചതേ ഉള്ളൂ. രാവിലെ പാരീസ് എത്തിയിട്ട് കുണുങ്ങി രണ്ടും കൂടി പോകുന്നത് ആദ്യം ലുവയിലേക്ക്. ന്യൂ ഇയർ ഒക്കെ കാരണം നല്ലൊരു കണി കാണണേന്ന് കരുതിയിട്ട് അങ്ങ് നടന്നതാണ്. ആദ്യം കണ്ട കണി തന്നെ പോയി. ഹൈ ശിവ എന്താന്ന് മമ്മി കാണണേ. ലുവ എന്ന് പറഞ്ഞു എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് അറിയാം. പാരീസിലെ ഫേമസ് ആയിട്ടുള്ള മൊണാലിസ പെയിന്റിംഗ് ഉള്ള മ്യൂസിയം ആണ് ഈ ലുവ. നല്ല തിരക്കാരനോണ്ട് തന്നെ അകത്തേക്ക് കയറാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം എന്റെ ബാഗ് എന്റെ ജാക്കറ്റിന്റെ അകത്തൂടെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പാരീസിൽ റോബറി ഇച്ചിരി കൂടുതലാണ്. അവരങ്ങ് കൊണ്ടുപോയാൽ തന്നെ ആകെ കിട്ടാൻ പോകുന്ന ഒരു പൊടി പിടിച്ച ലിപ്സ്റ്റിക് അതുകൊണ്ടല്ലേ ജാരിക്കൊരു കൂളായിട്ട് നടക്കുന്നത്. ഈഫൽ ടവറിലേക്കുള്ള യാത്രക്കിടയിലാണ് ഇദ്ദേഹത്തെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. കയ്യിൽ മനോഹരമായ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞു. എത്ര രൂപയാണെന്ന് ചോദിച്ചിട്ട് മാത്രമേ ഫോട്ടോ എടുക്കാവുള്ളൂ. ഇനി അവർ എത്ര രൂപയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അവസാനം അവർ കുത്തിരി പിടിച്ച് പൈസ കൂടുതൽ മേടിക്കും. പക്ഷെ ഇയാളൊരു മാന്യനായിരുന്നതുകൊണ്ട് ഞങ്ങൾ ആകെ 2 യൂറോ കൊടുത്തുള്ളൂ. അതും ഡൊണേഷൻ ആയിട്ടാണ് കേട്ടോ കൊടുത്തത്. നമ്മുടെ ഫോട്ടോ ഇങ്ങനെ സെലിബ്രിറ്റീസിനെ പാരീസിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പത്രവാർത്തയാക്കി തരും. പാരീസിൽ എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സുവനീർ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയായിരുന്നു പാരീസിലെ ഈഫൽ ടവർ മൊത്തം വേലി കെട്ടി അടച്ചേക്കുവാണ്? എനിക്ക് കാര്യം അറിയേ ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കുമ്പോ എന്താ പാരീസിലെ ഈഫൽ ടവർ വെറുതെ ഒരിടത്ത് വെച്ചേക്കാണ്. എല്ലാവർക്കും കയറി പോവാന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇതേപോലെ ഒരു ഗ്ലാസിന്റെ ഒരു ഫെൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റും എടുക്കേണ്ടി. ന്യൂ ഇയറിന് നല്ല തിരക്കായിരുന്നോണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും അതിന്റെ അകത്തേക്ക് കയറില്ല. ഞങ്ങൾ നല്ല സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഈ റിവറിന്റെ സൈഡിൽ വന്നിരുന്നു. വൈകുന്നേരത്തെ സൺസെറ്റിൽ ആ ഈഫൽ ടവർ അങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗി. ഞങ്ങൾ പിന്നെ ഷോർട്ട്സ് അടിക്കാനല്ല സുവനീർ ആയിട്ട് ഒരു 2 ഷോർട്ട് ഗ്ലാസും കൂടി. ഈ ദിവസം മെട്രോ ഫ്രീ ആയിരുന്നോണ്ട് ആ മെട്രോ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നേരെ ബർഗർ കിങ്ങിൽ പോയി 2 ബർഗർ. ഇനി നീണ്ട കാത്തിരിപ്പിന്റെ നാളുകളാണ്. ഈ ഈഫൽ ടവർ തിളങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കുത്തിയിരുന്ന് വെയിറ്റ് ആക്കുകയാണ് ഞാൻ. അങ്ങനെ ആലുങ്കാ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറയുന്ന പോലെ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റ് വീഡിയോ കിട്ടിയപ്പോഴേക്കും ഒരു അങ്കിൾ അതിന്റെ ഇട കൂടെ കയറി. ഞങ്ങൾ അവിടുന്ന് എന്തായാലും നേരെ ഫയർ വർക്ക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. കുറേ നേരം ഞങ്ങൾ കൃഷ്ണന്റെ ഭജനയൊക്കെ കേട്ട് നിന്നിട്ട് പോയി അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി. ഇനി അവിടെ വെടിക്കെട്ട് തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കുത്തിയിരുന്നു നിലത്ത്. ഒരു 2-3 മണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് മലയാളികളെയും പരിചയപ്പെട്ടു. എല്ലാവരോടും താങ്ക്സ് ഞങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിച്ചതിന്. അപ്പൊ ഈ വർഷത്തെ ന്യൂ ഇയർ എന്തായാലും ഞങ്ങൾ പാരീസിൽ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഡൂയ്